പിശാച് എന്ന് വിളിക്കും. പിശാച്, ലൂസിഫർ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ ആർക്കേഞ്ചലായി, ദൈവത്തിന്റെ സ്വർഗത്തിലെ ആരാധന, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ചിലർക്കൊക്കെ ഉണ്ട്, വർഷിപ്പ് ലീഡർ എന്നറിയപ്പെടുന്ന കഥാപാത്രമായിരുന്നു ആര്? ഈ പറയുന്ന നമ്മുടെ ലൂസിഫർ. അവനെ സ്വർഗത്തിൽ ദൈവം നിർത്തിയതാ. എന്നാൽ അവൻ ദൈവത്തോട് മത്സരിച്ച് അവൻ ദൈവത്തിനെതിരായി തീർന്നപ്പോൾ അവനെ സ്വർഗത്തിൽ നിറക്കി വിട്ടു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം മനുഷ്യന് കൊടുത്തപ്പോൾ അവനൊരു തീരുമാനമെടുത്തു, എനിക്ക് എൻ്റെ അവകാശത്തിലുണ്ടായിരുന്ന ഈ ഭൂമിയിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റി, സ്വർഗത്തിൽ നിന്ന് എന്നെ പിടിച്ചു മാറ്റി മനുഷ്യന് ഇത് കൊടുത്തു. ഒരു കാരണവശാലും ഈ മനുഷ്യനെ ഇവിടെ ഞാൻ പൊറപ്പിക്കുകയില്ല. അങ്ങനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് പാപത്തിന്റെ വിത്ത് മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തിച്ചത് ലൂസിഫറാണ്. മനുഷ്യരുടെ ഉള്ളിലെ വെളിച്ചം ഇരുട്ടായി മാറി. ആ ഇരുട്ടിന് ബൈബിൾ കൊടുക്കുന്ന പേരാണ് പാപം. മനുഷ്യനെ പാപി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ വിളിക്കാവോ? ഞങ്ങളെ ഉപദേശിമാര് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ മുമ്പിൽ മാത്രമല്ല പ്രസംഗിക്കുന്നത്, ഈ കവലകളിലൊക്കെ പോയിന്ന് പ്രസംഗിക്കുന്നവരാ. അങ്ങനെ കവലകളിലൊക്കെ പോയിന്ന് പ്രസംഗിക്കുമ്പം നല്ല സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്ന, നല്ല വെള്ള വസ്ത്രമൊക്കെ ഇട്ട് നിൽക്കുന്ന ആളുകളെ നോക്കി നിങ്ങൾ പാപികളെന്ന് വിളിക്കാമെന്ന് ചോദിച്ചാൽ നമ്മക്കാർക്കും ആരെയും പാപികളെന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ലോകത്തിലുള്ള സകല മനുഷ്യരെയും നോക്കി പാപി എന്ന് വിളിച്ചതാരാ? ദൈവത്തിന്റെ വചനമാ. നിങ്ങൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ, ഏദൻ തോട്ടത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണ് പാപത്തിന്റെ അനന്തരഫലമായി ഏദന് പുറത്താക്കപ്പെട്ട് ജീവിക്കുന്ന സകല മനുഷ്യവർഗത്തിന്റെയും ചരിത്രം ഈ പുസ്തകത്തിലുണ്ട്. ആദ്യത്തെ 2000 വർഷം ആദമിനെ ഏദൻ തോട്ടത്തിൽ പുറത്തേക്ക് ഇറക്കി വിട്ട ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് ആദാം മുതൽ അബ്രഹാം വരെയുള്ള ഒരു കാലഘട്ടമാണ് 2000 വർഷം. ആ 2000 വർഷം കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ സംബന്ധിച്ച് അവൻ ചെയ്ത അധർമ്മങ്ങളും പാപങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീടത്തെ 2000 വർഷം എന്ന് പറയുന്നത് അബ്രഹാം മുതൽ ക്രിസ്തു വരെയുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലും മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും പാപങ്ങളും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ 2000 അല്ല, 2000 കഴിഞ്ഞു. 2025 വർഷം കഴിഞ്ഞു. ഈ ചരിത്രത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ AD 98 വരെയുള്ള മനുഷ്യന്റെ ചരിത്രം മുഴുവൻ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഇനി എന്താ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തലങ്ങളും ഒന്ന് പരിശോധിച്ചാൽ മനുഷ്യനെ കുറിച്ച് ഈ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പറയുന്ന 4 കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇവിടെ പറയുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. മനുഷ്യരെ മുഴുവൻ അബാധ ചൂടം പരിശോധിച്ചിട്ട് ദൈവം പറയുക, മനുഷ്യൻ ബലഹീനനാ. അതിന് സ്വതന്ത്രം പറയണ്ട. മനുഷ്യൻ ബലഹീനനാ എന്ന് പറഞ്ഞാൽ എന്താ ബലഹീനൻ? ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് ജീവിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ക്രിസ്തു ഒഴികെ ലോകത്തിൽ ഒരു മനുഷ്യനും ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചിട്ടില്ല. നമ്മളെല്ലാം പ്രസംഗിക്കുന്നവരാ, പഠിപ്പിക്കുന്നവരാ. പക്ഷേ ആ പഠിപ്പിക്കുന്നത് പോലെ പ്രസംഗിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി വീരനായിരുന്നു ധന്യനായ പൗലോസ്ലീഹ. പച്ച മലയാളത്തിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. നമ്മളൊക്കെ വിശുദ്ധന്മാരെന്ന് പലപ്പോഴും പറയുന്നത് നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകളെ നോക്കിയിട്ടാ. നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ പോലും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഒരു വിശുദ്ധനാണെന്ന് പറയേണ്ടി വരുന്നത് എത്ര സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് മനുഷ്യൻ ബലഹീനനാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത് നിങ്ങളെല്ലാവരും എന്നെ നോക്കിയാൽ മതി. രണ്ടാമത്തെ കാര്യം അവിടെ പറയുന്നത് മനുഷ്യൻ അഭക്തനാണ്. അയ്യോ, മനുഷ്യൻ എങ്ങനെ അഭക്തനാകുന്നത്? വേദപുസ്തക ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഭക്തന്മാരുടെ ഒരു നീണ്ട നിര കൊണ്ട് നിറഞ്ഞൊരു പുസ്തകമാ. എല്ലാ മതഗ്രന്ഥങ്ങളും പരിശോധിച്ച്, എന്തിനേറെ രാവിലെ നിങ്ങൾ ബസ് കയറി ഒരു വഴിക്ക് യാത്ര ചെയ്ത് നോക്കിയ വഴിനീളെ ഭക്തന്മാരെ കാണുന്നില്ലേ? പക്ഷെ ബൈബിളിലേക്ക് നോക്കിയിട്ട്, മനുഷ്യനിലേക്ക് നോക്കിയിട്ട് ദൈവം പറയാ മനുഷ്യൻ അഭക്തൻ
സർവശക്തന് ദൈവം ആഗ്രഹിക്കുന്ന ഭക്തി ഇവിടെ ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ദൈവം ആഗ്രഹിക്കുന്ന ഭക്തി? യാക്കോബിന്റെ ലേഖനമാർക്കും ഇഷ്ടമില്ല. അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. എന്താ യഥാർത്ഥ ദൈവഭക്തി എന്ന് പറയുന്നത്? അനാഥരെയും, അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുക. അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഉപദേശിമാർക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല. പക്ഷെ അടുത്തതെന്താ? അത് മാത്രമായിരുന്നെങ്കിൽ നമ്മളെല്ലാം ഭക്തന്മാരായിരുന്നല്ലേ? നമ്മുടെ പ്രധാന ഡ്യൂട്ടി അതാണല്ലോ. എന്താ? അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങൾ ചെന്ന് കാണുക. അത് മാത്രമല്ല, അടുത്തെന്താ? ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കുക. ഒരുത്തനുമില്ല. അതുകൊണ്ട് ആ പുസ്തകം എഴുതി വച്ചിരിക്കുന്നത് അഭക്തൻ. മൂന്നാമത് കൊടുത്തിരിക്കുന്ന പേരാ എന്താ? പാപി. ഞാൻ വിസ്തരിക്കുന്നില്ല. പാപി എന്ന് പറഞ്ഞാൽ ആ പാപം എന്ന വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ ലംഘിക്കുന്നവർ എന്നാണ്. ദൈവം വെച്ചിരിക്കുന്ന അതിർവരമ്പുകളെ ലംഘിക്കുന്നു. ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് ആ മനുഷ്യൻ ദൈവത്തിന്റെ ശത്രുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെയുള്ള വെളിച്ചം, നമ്മളിലേക്ക് ഇറങ്ങി വന്ന വെളിച്ചം, നമ്മൾ ഇന്ന് അന്യമായി തീർന്ന് ഇന്ന് ലോകം മുഴുവൻ പാപത്തിന്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് മാനവജാതിയുടെ പാപപരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് ഇവിടെ സുവിശേഷം കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് സവിസ്തരം ഘോഷിക്കാനുള്ളത് മറ്റൊരു കഥാപാത്രത്തെ കുറിച്ചല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്, സകലത്തിന്റെയും സത്യതാവാണ്, സകലത്തിന്റെയും ഉടമസ്ഥനാണ്, സകലത്തിന്റെയും കാരണഭൂതനാണ്. അത് വേദപുസ്തകം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു. ക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വേദപുസ്തകം മാത്രം വെളിപ്പെടുത്തുന്ന ഒരു സത്യമല്ല. നമുക്കറിയാം, കാലത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ചത് ആരാ നിങ്ങൾക്കറിയാമോ? അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ്.